എന്താടോ താൻ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ കഴിച്ചോളാം, താൻ കഴിക്ക്. ആ എന്നാലും ആ ഡയറി എവിടെ പോയി? എന്തായിരിക്കും ഡയറിക്ക് പറ്റിയത്? എന്നെ കൊന്നതുപോലെ അവര് രവിയെയും കൊല്ലും, ശ്രീലക്ഷ്മിയും കൊല്ലും. നന്ദിനി നിലയത്തിലേക്ക് പോയാൽ മാത്രമേ ശത്രുക്കൾ ആരാണെന്ന് അറിയാൻ പറ്റൂ. ഭയപ്പെടേണ്ട ശ്രീലക്ഷ്മി, നിന്നെ കൊണ്ട് ഇതൊക്കെ തടുത്തു നിർത്താനാകും. കാരണം നീ ഇപ്പോ ശ്രീലക്ഷ്മി മാത്രമല്ല, രാജനന്ദിനിയും കൂടെയാണ്. ഡ്രൈവ് ചെയ്ത് പോകുന്നേ അത് എന്നോടല്ല, അവൾ സർക്കിട്ട് കഴിഞ്ഞ് വരുമ്പോ അവളോട് തന്നെ ചോദിക്കണം. എന്തായാലും ഞാൻ അപ്പൊ തന്നെ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ട്. കാർ എടുത്തോണ്ട് പുറകെ പോയിട്ടുണ്ട് ബ്രദറിനോ. തന്നോടാ വണ്ടിയുടെ ചാവി എടുത്ത് കൊടുക്കാൻ പറഞ്ഞേ? അതും ചേട്ടായി പൊന്നുപോലെ സൂക്ഷിക്കുന്ന വണ്ടിയാ. ചേട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ താനായിരിക്കും ഉത്തരവാദി. എന്റെ പൊന്നു സാറേ, എന്നോട് ചാവി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാ ഈ വണ്ടി എടുത്ത് ആരും പുറത്തു പോകാറില്ലെന്ന്. അപ്പൊ എന്നെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം, ആ നോട്ടത്തിൽ ഞാൻ അറിയാതെ ചാവി എടുത്ത് കൊടുത്തു പോയതാ. അറിയാതെ കൊടുത്തു തൊന്നെയൊക്കെ. ഈ കോറെടുത്ത് തനിക്ക് മര്യാദയ്ക്ക് മടക്കി വെക്കാൻ പറ്റില്ലടോ. സോറി സർ. അതിന് രഘു എന്തിനാ അയാളെ പേടിപ്പിക്കുന്നത്? അയാളുടെ കുറ്റമാണോ ഇതൊക്കെ? വർണ്ണൻ വില്ലയിലെ മൂത്ത മരുമകൾ കാറിന്റെ ചാവി ആവശ്യപ്പെട്ട അയാൾ കൊടുക്കും. കാരണം അയാളുടെ യജമാനത്തെയല്ലേ അവള്. ഇനിയെങ്കിലും ഇവിടെ ഉള്ളവര് അവളുടെ തനി സ്വരൂപം മനസ്സിലാക്കിയ കൊള്ളാം. എന്റെ ഈശ്വര, ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? നടക്കുന്നതെല്ലാം ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇതായിരുന്നു ലേറ്റസ്റ്റ് ഷോ. ദേ മദനല്ലോ, ഞാനൊരു കാര്യം പറയാം. ഇവളുടെ ഈ തോന്നിയാസങ്ങൾ കണ്ടിട്ടും കണ്ണടയ്ക്കാനാണ് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിൽ വർമ്മൻ ഫാമിലി ഇതോടെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവും. ഏതായാലും പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. പക്ഷെ അന്നേരം എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. രേഖ, നീ ഒന്ന് അടങ്ങ്. ചേട്ടായി പുറകെ പോയിട്ടുണ്ടല്ലോ, എന്താ സംഭവിച്ചെന്ന് ആദ്യം ഒന്ന് അറിയട്ടെ. ഇതിൽ കൂടുതൽ ഇനി എന്താ രഘുവിന് അറിയേണ്ടത്? കൊണ്ടാലും പഠിക്കില്ല കണ്ടാലും പഠിക്കില്ല എന്ന് പറഞ്ഞോ, അത് ഇത്തിരി കഷ്ടമാട്ടോ. ഇതെന്താ ശ്രീലക്ഷ്മി ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനൊക്കെ പ്രവർത്തിക്കുന്നത്? ഈ വീട്ടിലേക്ക് താമസം മാറിയപ്പോ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഒഴിഞ്ഞുന്നാണല്ലോ കരുതിയത്. ഇതിപ്പോ ഓരോന്നോരോന്നായി വീണ്ടും എല്ലാം ആവർത്തിക്കുകയാണല്ലോ. എന്റെ ഈശ്വര.
സർ പ്ലീസ് സർ പ്ലീസ്. മോളെ ശ്രീലക്ഷ്മി, എന്താ മോളെ നീ എന്തൊക്കെയാ കാണിക്കുന്നത്? എങ്ങോട്ടാ നീ പോയത്? അമ്മേ, അത് പിന്നെ ഈ രാത്രിയിൽ ആരോടും പറയാതെ കാറുമെടുത്ത് ഒറ്റയ്ക്ക് പോവാന്ന് വെച്ചാ ഞങ്ങൾ എല്ലാവരും എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ നിനക്ക്? അമ്മേ, ഞാൻ മനഃപൂർവ്വമല്ല, അറിയാതെയാ. ആ അറിയാതെ. ഈ ഒരു വാക്ക് വായിന്ന് വീണില്ലല്ലോന്ന് ഇപ്പൊ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. എന്നിട്ട് ബാക്കി പറഞ്ഞേ, ഞങ്ങളെന്ന് കേക്കട്ടെ. അറിയാതെ? ഡ്രൈവിംഗ് അറിയാതെ കാർ ഓടിച്ചു പോയെന്നോ? അതോ അഷ്ടമിയുടെയും അമാവാസിയുടെയും പ്രത്യേക ശക്തിയിൽ ഇതൊക്കെ അറിയാതെ ചെയ്തതാണെന്നോ? ആ ദേ, എല്ലാവരും എപ്പോഴത്തേതും പോലെ അങ്ങ് ക്ഷമിച്ചേക്കണേ. ശ്രീലക്ഷ്മി അറിയാതെ ചെയ്തു പോയതാ. നോക്ക്, നീ പൊട്ടം കളിച്ചതും ഞങ്ങളെ പൊട്ടം കളിപ്പിച്ചതും ഒക്കെ മതിയാക്കിയിട്ട് മദറിലോ ചോദിച്ചതിന് വ്യക്തമായൊരു ഉത്തരം, ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. നീ നിന്റെ സ്ഥിരം ക്ലീഷേ ഡയലോഗ് ഇനി ഇവിടെ വേണ്ട. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മാഡം. നീ ഒന്നും പറഞ്ഞില്ല, അത് തന്നെ ഞാനും പറഞ്ഞത്. ഇവിടെ ഉള്ളവരെ കുറച്ച് സമയത്തേക്ക് നീ എന്തുമാത്രം ടെൻഷൻ അടുപ്പിച്ചെന്ന് വല്ല ധാരണയുണ്ടോ നിനക്ക്? അതെങ്ങനാ? അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് വല്ല ചിന്തയുണ്ടായിരുന്നെങ്കിലേ ഈ വീട്ടിൽ ആരും അറിയാതെ രാമുവിന്റെ കാലത്തെ കാറും എടുത്ത് പാതിരാത്രിയിൽ നാട് തണ്ടാൻ ഇറങ്ങുമായിരുന്നോ? നിനക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്നല്ലേ നീ ഞങ്ങളെല്ലാം പറഞ്ഞു വിശ്വസിപ്പിച്ചത്? അതോ ഞങ്ങളോട് മാത്രമാണോ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? ബ്രദറിനിലേക്ക് അറിയാമായിരുന്നോ ശ്രീലക്ഷ്മി ഡ്രൈവ് ചെയ്യുന്നുള്ള കാര്യം? ബ്രദറിൻലോയുടെ ഈ മൗനം എനിക്ക് മനസ്സിലായി. സ്വന്തം ഭർത്താവിനോട് പോലും ഒളിച്ചു വെക്കാൻ ഡ്രൈവിംഗ് അത്ര മോശം കാര്യമൊന്നും അല്ല ശ്രീലക്ഷ്മി. രേഖ, നീ നിർത്ത്. ഞാൻ ചോദിക്കാം ഇവളോട്. എന്ത് ചോദിക്കാന്ന്? ഇനി എന്താ നിങ്ങൾക്കൊക്കെ അറിയാനുള്ളത്? ഞാനിത് പറയുമ്പോ എന്നെ ഒറ്റപ്പെടുത്തുമായിരുന്നല്ലോ നിങ്ങളൊക്കെ. അതുമല്ല, എനിക്ക് ചോദിക്കേണ്ടത് ഇവളോടല്ല. ഇവൾ ഓരോ തവണ ഓരോന്ന് ചെയ്യുമ്പോ അവളുടെ വശം നിന്ന് എന്നെ കുറ്റക്കാരിയാക്കുന്ന നിങ്ങളോടാ. ഞാനൊരു സാധാരണ വീട്ടിലല്ല ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ഇവിടെ എല്ലാവർക്കും കുറ്റം. സാറ് മുൻപ് പറഞ്ഞ പോലെ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാനൊരു വട്ടപ്പൂജയാണെന്ന തിരിച്ചറിവോടെ തന്നെയാ ഞാൻ പറഞ്ഞത്. ഷീറ്റൊക്കെ എടുത്തോണോ? മനസ്സുകൾ തമ്മിൽ അകന്നു കഴിഞ്ഞാൽ മാറിക്കിടക്കുന്നത് തന്നെയാ നല്ലത്. 「
ഗായത്രിയമ്മേ, സമയം ഒരുപാടായി. മരുന്നുകളൊക്കെ മുറി കൊണ്ടുവച്ചിട്ടുണ്ട്. സമയത്തിന് മരുന്നൊക്കെ കഴിച്ച് ആരോഗ്യവതിയായി ജീവിച്ചിട്ട് എന്താ കാര്യം ബാലമ്മേ? ശരീരത്തിന്റെ അസുഖമല്ലേ മരുന്നുകൊണ്ട് മാറൂ? എന്റെ അസുഖം ശരീരത്തിനല്ലല്ലോ. ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ബാലമ്മയ്ക്ക്? എനിക്കെല്ലാം മനസ്സിലാവും ഗായത്രിയമ്മേ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ, മറ്റെന്തിനു പറ്റും? ഈശ്വരൻ എന്നോട് മാത്രം ഇങ്ങനെ എന്താന്നാ എനിക്ക് മനസ്സിലാകാത്തത്. പ്രാർത്ഥനയ്ക്കോ വഴിപാടുകൾക്കോ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. അവിടെ ഒരു സമാധാനവും കിട്ടാത്തതുകൊണ്ടാ നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അവിടെ സംഭവിച്ചതൊക്കെ ശത്രുക്കൾ ചെയ്തതാണെന്ന് കരുതിയ ഇങ്ങോട്ട് മാറാൻ ഞാൻ സമ്മതിച്ചത് തന്നെ. ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ശത്രുക്കൾ വെളിയിലല്ല ഉള്ളത്, ഈ വീട്ടിൽ തന്നെയാ. രേഖക്കുഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെയും തോന്നൽ അതുതന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോ അവളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? രേഖ പറയുന്നതൊക്കെ ശരിയെന്ന രീതിയിലല്ലേ ഓരോ ദിവസവും ശ്രീലക്ഷ്മിയുടെ പെരുമാറ്റം? അവൾക്കിതെന്തു പറ്റിയെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ശ്രീലക്ഷ്മി കുഞ്ഞിന്റെ കാര്യത്തിൽ ഗായത്രിയമ്മയ്ക്കുള്ള ചെറിയ സംശയങ്ങൾ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. രേഖക്കുഞ്ഞും ശ്രീലക്ഷ്മി കുഞ്ഞും രണ്ട് സാഹചര്യത്തിൽ വളർന്നു വന്നവരാ. അതുകൊണ്ട് തന്നെ അവര് രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനും വാശി പിടിക്കാനും കഴിയില്ല. ആയിക്കോട്ടെ, ബാലമ്മ പറയുന്നത് ശരിവെച്ചാ തന്നെ അവർക്ക് രണ്ടുപേർക്കും ഇവിടെ എന്താ ഒരു കുറവ്? കുറവുണ്ട് ഗായത്രിയമ്മേ. ഈ കുടുംബത്തെക്കുറിച്ചും ഇവിടെ ഉള്ളവരെക്കുറിച്ചുമുള്ള അറിവുകൾക്കാണ് കുറവ്. രേഖക്കുഞ്ഞിന് അതറിയേണ്ട ആവശ്യമില്ലായിരിക്കാം. പക്ഷേ ശ്രീലക്ഷ്മി കുഞ്ഞിന് അതറിയാനുള്ള ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് രാജനന്ദിനെ കുറിച്ചാ. അമ്മയെ അതേ അഭിപ്രായം എന്നോട് പറഞ്ഞപ്പോ എനിക്ക് രാജനന്ദിനിയുടെ ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ കാണണമെന്നൊരാഗ്രഹം. നമുക്കതിലിപ്പോ ഒന്നും ചെയ്യാനാവില്ല. ഗായത്രി അമ്മ ഇനി അധികം പേടിക്കേണ്ട ആവശ്യവും വരില്ല. ശ്രീലക്ഷ്മി കുഞ്ഞിന്റെ സംശയങ്ങൾക്കുള്ള കാരണത്തെ ഞാൻ കണ്ടുപിടിച്ചില്ലാതാക്കിയിട്ടുണ്ട്. എങ്ങനെ? ശ്രീലക്ഷ്മി ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത് മണ്ടത്തിലാണ്. ലെറ്റ്സ് ഗോ. സർ, സാർ, ശ്രീലക്ഷ്മി മാഡം വന്ന സ്ഥിതിക്ക് സാറും മാഡം പോകുന്നതല്ലേ നല്ലത്? അതായിരുന്നല്ലോ നമ്മുടെ പ്ലാനും. അതിന്റെ ആവശ്യമില്ല സാൻഡ്ര. എന്നോടൊപ്പം സാൻഡ്ര തന്നെ വന്നാൽ മതി. Better 3 hours too soon than a minute late എന്ന് കേട്ടിട്ടില്ല. മാത്രമല്ല, ഇവിടെ പലർക്കും പല ആവശ്യങ്ങളാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിലേ അവർ ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ആരെയും പ്രഷർ ചെയ്യിച്ച് ജോലി ചെയ്യുക എന്നുള്ളത് വർമ്മൻ കമ്പനിയുടെ രീതിയല്ല. ദൈവകർമ്മ എന്നൊരു ശീലമില്ല. സാൻഡ്ര, ശ്രീലക്ഷ്മി മാഡം, സാൻഡ്ര, come on. രാജനന്ദിനി സാരീസിന്റെ ഒഫീഷ്യൽ ഷോറൂമിന്റെ ഇനാഗ്രേഷൻ ഡേറ്റ് ഉടനെ ഫിക്സ് ചെയ്യണം സാർ. സർ, ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. സാർ വന്ന് നേരിട്ട് കണ്ട് ബോധ്യമായ ഉടനെ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. സർ, ഗോഡൌൺ വിസിറ്റിന് ശേഷം മെയിൽ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ്. സർ ഒന്ന് സൈൻ ചെയ്ത് തന്നാ നന്നായിരുന്നു. ഓക്കെ, ഗിവ് ടു മീ.
ചെറുതും വലുതുമായ യാത്രകൾ എന്നും ഒരു ഓർമ്മയാണ് സാന്ദ്ര. ആ യാത്ര നമ്മൾ സ്നേഹിക്കുന്ന ആളോടൊപ്പം ആണെങ്കിൽ ആ ഓർമ്മകൾക്ക് പ്രതീക്ഷ എന്നൊരർത്ഥം കൂടിയുണ്ട്. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ സാൻഡ്ര, ഞാനൊന്ന് മയങ്ങട്ടെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, എന്താണ് ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ? കോമാ സ്റ്റേജിലാണ്. ഹൗ? എന്താണ് ഡോക്ടർ ഇയാൾക്ക് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല സാർ. ആക്സിഡന്റ് കേസ് എന്തായിരുന്നു? ഇയാളെ അന്വേഷിച്ച് രാജാറാം സാറ് വരണമെങ്കിൽ അപ്പോ ഇയാൾക്കും എന്റെ കഴിഞ്ഞകാല ജീവിതത്തിനും എന്തോ ബന്ധമുണ്ട്. അതെന്തായിരിക്കും? ഡയറി ആണെങ്കിൽ കാണുന്നുമില്ല. ഇയാൾക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇയാളിൽ നിന്ന് എന്തെങ്കിലും അറിയാമായിരുന്നു. ഇനി എന്ത് ചെയ്യും? സർ, മെഷീനറിക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഇൻ ടൈം എത്തിക്കുന്നതിനായുള്ള വർക്ക്സ് ഇവിടെയാണ് നടക്കുന്നത്. ഓൾമോസ്റ്റ് 100ഓളം സ്റ്റാഫുകളെ വെച്ച് നോൺ സ്റ്റോപ്പായി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യിച്ചാലേ ഷോറൂമിന്റെ ഓപ്പണിംഗ് ദിവസം മുതൽ നമുക്ക് മെറ്റീരിയൽസ് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കും. സാൻഡ്ര, ആവശ്യമുള്ള സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്തു. ഉള്ള സ്റ്റാഫുകൾ ആരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ സർ. വാട്ട് അബൌട്ട് ദ സേഫ്റ്റി? സർ, ഇത്രയും ആളുകളെ നമ്മൾ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ സേഫ്റ്റി സൈഡിനായിട്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഷുവർ സർ. അതൊക്കെ ഞാൻ ഫ്ലോർ മാനേജറുമായിട്ട് സംസാരിച്ച് വേണ്ടത് ചെയ്യാം സർ. ഗുഡ്. ഫ്ലോറിലെ വർക്കിംഗ് പ്രോസസ് സാറിന് മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമായിരുന്നു. ഓക്കെ സാൻഡ്ര, കം ഓൺ. ഇന്ന് മാഡം ഒരു ഭാര്യയാണ്, മരുമകളാണ്, ഏട്ടത്തി അമ്മയാണ്. അതിന്റെയൊക്കെ പക്വത മാഡം കാണിക്കണം. അതിനെല്ലാം അപ്പുറം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രവി മനസ്സ് തുറന്ന് സന്തോഷിച്ചത് ശ്രീലക്ഷ്മി മാഡത്തിനെ പ്രണയിച്ചതിന് ശേഷമാണ്. ആ ശ്രീലക്ഷ്മി മാഡം തന്നെ രവി വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഭൂതകാലത്തിന്റെ വിഷമിക്കുന്ന ഓർമ്മകളിലേക്ക് വീണ്ടും രവിയെ തള്ളി വിടരുത് ശ്രീലക്ഷ്മി മാഡം. മനസ്സിലായോ? മനസ്സിലായി സർ.
ചെല്ലു. രാജാറാം സർ, സർ പ്ലീസ് എന്റെ ഒരു ചോദ്യത്തിനോട് ഉത്തരം തരാമോ? സർ, ആശുപത്രിയിൽ കിടക്കുന്ന ആ ഭ്രാന്തനും രവി സാറുമായിട്ട് എന്താ ബന്ധം? രവി സാറിന്റെ കഴിഞ്ഞകാല ജീവിതവുമായി അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്ലീസ് ഗെറ്റ് ഇറ്റ്. കയറാൻ. മാഡം, നോ മാഡം, നോ. എന്താ സാന്ദ്ര ഇത്? മാഡം, അത് ചോദിച്ചതിന്റെ മറുപടി അത് മാത്രം ഇങ്ങോട്ട് പറഞ്ഞാ മതി. മാഡം, ശരിക്കും എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ വന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഫോട്ടോ അബദ്ധത്തിൽ സംഭവിച്ചതായി അല്ലേ? ഇപ്പോഴും ബ്രദർ ലോയെ മനസ്സിൽ വെച്ചോണ്ടാ നീ നടക്കുന്നത് അല്ലേ? അയ്യോ മാഡം, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയും ഇല്ല എനിക്ക്. ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോ തെറ്റിദ്ധരിച്ചെന്നോ? നീ നിന്നെ ന്യായീകരിക്കുവാണോ? മാഡം പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ എന്താ ശരിക്കും സംഭവിച്ചെന്ന് വെച്ചാ. നിന്റെ ഈ കള്ളക്കഥ കേട്ടാലേ മാതൃലോയെ പോലുള്ളവർ വിശ്വസിച്ചേക്കും. ഇതേ ആള് വേറെയാ. നിനക്കിനിയും എന്നെ മനസ്സിലായിട്ടില്ല സാന്ദ്ര. ശരി, നീ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അബദ്ധത്തിൽ ക്ലിക്കായതാണെങ്കിൽ നീ എന്തേ അത് ഡിലീറ്റ് ചെയ്തില്ല? എന്തിനു ഫോണിൽ തന്നെ ഈ ഫോട്ടോ സൂക്ഷിച്ചു? നീ പറയണ്ട, എനിക്കറിയാം എന്താ കാര്യമെന്ന്. നല്ല ഒരു അവസരം വരുമ്പോ ഈ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാം. ഇതല്ലായിരുന്നു നിന്റെ ഉദ്ദേശം. അയ്യോ മാഡം, ഞാനങ്ങനെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇല്ലേ? പിന്നെ ഞാൻ അകത്തോട്ട് കയറി വന്നപ്പോ കണ്ടോണ്ടിരുന്ന സ്വപ്നം എന്താണെന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ശരി മാഡം. ദാ തന്റെ ഫോൺ. ശരിക്കും തന്റെ ഈ ചെറ്റ സ്വഭാവത്തിനെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ച് കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുക വേണ്ടത്. എന്റെ സ്വഭാവം അതിലും മോശമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. മാത്രമല്ല, സാന്ദ്രയുടെ ഈ മനം മാറ്റവും ഈ ഫോട്ടോയും എന്റെ പോക്കിന് മൈലേജ് കൂട്ടുകയേ ഉള്ളൂ. മാഡം പ്ലീസ്, ഇത് ആരോടും പറഞ്ഞ് എന്റെ മാനം കെടുത്തരുത്. ഹേയ്, എന്താ സാന്ദ്ര ഇത്? ഞാൻ അങ്ങനെ ചെയ്യോ? പിന്നെ എനിക്ക് ഒരു കാര്യത്തില് ഭയങ്കര സന്തോഷമുണ്ട്. പഴയ സാന്ദ്ര ഇപ്പോഴത്തെ രേഖയേക്കാൾ അപകടകാരിയാ. അതെനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ ഈ ഫോട്ടോ അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും സാന്ദ്ര ഡിലീറ്റ് ചെയ്യണ്ട. പഴയ ഓർമ്മ പുതുക്കലിനും പുതിയ സ്വപ്നങ്ങൾ കാണാനും സാന്ദ്രയ്ക്ക് അത് ഉപകാരപ്പെടും. സാന്ദ്ര സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു രവിവർമ്മന്. ഇനിയും കൂടുതൽ കൂടുതൽ സ്വപ്നങ്ങൾ കാണണം സാന്ദ്ര. അത് താൻ ഇത്രയും നാള് കണ്ട ദുസ്വപ്നമല്ല, രവിവർമ്മനും സാന്ദ്രയും തമ്മിലുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ. അതിന് തനിക്ക് എന്തൊക്കെ സഹായം വേണോ എന്നോട് ചോദിക്കാം. ഏതിനും ഈ രേഖയുണ്ടാവും സാന്ദ്രയ്ക്കൊപ്പം. രവിചന്ദ്രവർമ്മന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ വിശ്വാസം. ഏത് കാര്യത്തിലും സാന്ദ്രയ്ക്ക് രേഖയെ വിശ്വസിക്കാം. പിന്നെ ചില സമയത്ത് ഞാൻ എന്റേതായ ഓരോ കളികൾ കളിക്കും. ചിലപ്പോ സാന്ദ്രയോ അതിന്റെ ഭാഗമായെന്ന് വരാം. കാരണം ഞാൻ സാന്ദ്രയെ പോലെ മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ സ്വാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരും. ഇപ്പോ ഞാനതൊക്കെ പറഞ്ഞത് എന്തിനാന്നല്ലേ? താമസിയാതെ സാന്ദ്രയ്ക്കത് മനസ്സിലാവും. ബൈ. എനിക്ക് സാറിനോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സാറിങ്ങനെ മൗനം പാലിക്കരുത്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതും കേട്ടാൽ രവി സാർ അതിശയിക്കുന്നതുമായ കാര്യങ്ങളാ. പ്ലീസ് ലക്ഷ്മി,
വെറുതെ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ പോയിരുന്ന എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കൂ. നമ്മുടെ ഇടയിലുണ്ടായ എല്ലാ ഡിസ്റ്റൻസും മാറണമെങ്കിൽ ഞാൻ പറയുന്ന എല്ലാം സാറ് കേൾക്കണം. എന്നെക്കുറിച്ച് എല്ലാം സാർ അറിയണം. പുതുതായിട്ട് അറിയാനും മാത്രം എന്താണ് ശ്രീലക്ഷ്മി ഉള്ളത്? താൻ ചെയ്തു കൂട്ടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. സാർ ഈ കാണുന്ന മാത്രമല്ല സർ, സാർ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും. ഇനിയും എന്തറിയാനാണ് ശ്രീലക്ഷ്മി? ഈ ശ്രീലക്ഷ്മി ആരാണെന്നും എന്തിനു വേണ്ടി ജനിച്ചവളാണെന്നും രവി അറിയണം. ഞാൻ രവിക്ക് അറിയാവുന്ന ശ്രീലക്ഷ്മി മാത്രമല്ല, 20 വർഷം മുമ്പ് രവി പ്രണയിച്ച രാജനന്ദിനിയും ഞാൻ തന്നെയായിരുന്നു. താൻ എന്തൊക്കെയാ പറയുന്നത്? സത്യമാണ് രവി, ആർക്കും വിശ്വസിക്കാനാവാത്ത സത്യം. രവി ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇത് നമ്മുടെ പ്രണയത്തിന് ലഭിച്ച വരവാണ് രവി. സത്യസന്ധമായ പ്രണയത്തിന് ലഭിച്ച അനുഗ്രഹമാണ് എന്റെ ഈ ജന്മം. മരണത്തിലൂടെ രവിയെ പിരിയേണ്ടി വന്ന രാജനന്ദിനി ശ്രീലക്ഷ്മിയായി പുനർജനിച്ചു. അതുകൊണ്ടാ എല്ലാവർക്കും എന്നെ രാജനന്ദിനിയോട് സാദൃശ്യം തോന്നുന്നത്. എന്റെ പെരുമാറ്റം രാജനന്ദിനിയുടേത് പോലെയാണെന്നത് വെറും തോന്നലല്ല രവി, ഞാൻ തന്നെയാണ് രാജനന്ദിനി. രാജനന്ദിനിയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള തന്റെ ശ്രമവും താൻ രാജനന്ദിനിയെ പോലെയാണെന്ന് ചിലരൊക്കെ പറഞ്ഞപ്പോ തനിക്കുണ്ടായ ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ട് പറയിക്കുന്നത്. ഇനി മറ്റുള്ളവരെ വിഡ്ഢിയാക്കുന്ന ഈ പെരുമാറ്റം ശ്രീലക്ഷ്മി നിർത്തുക. അയ്യോ സത്യമാണ് സർ, ഇത് ഞാൻ എങ്ങനെ സാറിനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? ആ സാറ് രാത്രി ഉറക്കമായിരുന്നപ്പോ ഞാനൊരു ഡയറി വായിച്ചില്ലേ? ഉണർന്നപ്പോ സാറ് ചോദിക്കുകയും ചെയ്തു എന്താ ഡയറിയിലെന്ന്. ഏയ് ശ്രീലക്ഷ്മി, എന്താ എന്തു പറ്റി? ഓ, ഇതിന്റെയൊക്കെ അവസാനം എന്തായിരിക്കും എന്ന് ഊഹിച്ചപ്പോ തന്നെ സഹിക്കാനാവുന്നില്ല അല്ലേ? കണ്ടില്ലേ, ഇപ്പൊ നടന്ന ഈ ചെറിയ കാര്യത്തിന് നീ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് തീരെ സഹിക്കാൻ പറ്റില്ലല്ലോ ശ്രീലക്ഷ്മി. നിന്റെ അവസ്ഥ എന്താവോന്ന് ഇനി കണ്ടു തന്നെ അറിയണം. ഞാൻ ഇതൊക്കെ നേരത്തെ ആലോചിച്ച് നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത്. പക്ഷെ ശ്രീലക്ഷ്മി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. മാഡത്തിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം മാഡം. മനസ്സിൽ നിഷ്കളങ്കത മാത്രമാണ് മാഡത്തിനെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ രവി സാറിനോടൊപ്പം ആ വീട്ടിലേക്ക് കയറിയപ്പോ മുതൽ കാണുന്നല്ലേ മാഡത്തിന്റെ നന്മ നിറഞ്ഞ മനസ്സ്. ശ്രീലക്ഷ്മി, ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. മാഡത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി എന്ന് തന്നെ. സ്വന്തം കാര്യസാധ്യത്തിനും സ്വന്തമായി എന്തെങ്കിലും ഉപയോഗവും ഇല്ലാതെ മാഡം ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുവരെ? എപ്പോഴും വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഇടയ്ക്കിടയ്ക്കെങ്കിലും നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ കുറച്ച് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നല്ല ചിന്തകളും ആലോചനകളും ആണ് ഒരു മനുഷ്യനെ കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ അതേ രാജനന്ദിനി തന്നെ. എന്താ രാജാറാം? ഒരു വിസിറ്റേഴ്സിനും സ്റ്റാഫിനും മുഖം കൊടുക്കാതെ കമ്പനി സിഇഒ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ഒന്ന് കാണണം തോന്നി. ഒറ്റയ്ക്കിരിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ സെക്യൂരിറ്റി ചീഫിനും അത് ബാധകമാണ്. സോ അപ്പോ ഞാൻ പുറത്തേക്ക് പോകണമെന്ന്. പക്ഷേ ഞാനിപ്പോ വന്നിരിക്കുന്നത് സെക്യൂരിറ്റി ചീഫ് രാജാറാമായിട്ടല്ലെങ്കിലോ? രവിവർമ്മന്റെ ഫ്രണ്ട് രാജാറാമായിട്ടാണെങ്കിലോ? അപ്പൊ ഞാൻ പുറത്തേക്ക് പോകണം. എന്താ രവി ഇത്? നീ എന്താ ഓഫീസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത്? രാജാറാം പ്ലീസ്, ഇപ്പൊ എനിക്ക് അല്പം സ്വസ്ഥത വേണ്ടത്. നീയെങ്കിലും എനിക്കത് തരുമോ? ആ സ്വസ്ഥതക്കെട്ട് ശ്രീലക്ഷ്മി കാരണമാണ് ഉണ്ടായതെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ.
അറിവില്ലാതെ ആണെങ്കിലും അറിവോടെ ആണെങ്കിലും ശ്രീലക്ഷ്മിയുടെ ഈ പ്രവൃത്തികൾ കണ്ടില്ല നടിക്കാൻ പറ്റുന്നതല്ല. അതിനെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ മതിയാവൂ. എനിക്കറിയാമായിരുന്നു നീ അത് ആലോചിച്ചിരിക്കുവാണെന്ന്. അതുകൊണ്ട് തന്നെയാ അനുവാദം ചോദിക്കാതെ ഞാൻ ഇവിടേക്ക് വന്നത്. നീ എന്താ കരുതിയിരിക്കുന്നത്? നിഷ്കളങ്കമായ മനസ്സിൽ മനഃപൂർവ്വമായി അല്ലാതെ ശ്രീലക്ഷ്മി ഓരോന്നും ചെയ്യുവാണെന്ന്. നീ അങ്ങനെ കരുതുന്നതുകൊണ്ടാണ് നിന്നേക്കാൾ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ശ്രീലക്ഷ്മിക്കാണ്. നിന്റെ ഈ മൗനം അവരുടെ ജീവിതം കൂടി നശിപ്പിക്കുകയാണെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി, പിണങ്ങിയിരുന്നു നോക്കി, ദേഷ്യപ്പെട്ടു നോക്കി. ഇങ്ങനെയൊക്കെയല്ലാതെ എന്നെ കൊണ്ട് വേറെ എന്താ സാധിക്കുക? നിന്നെയോ എന്നെയോ കൊണ്ട് സാധ്യമായ ഒരു കാര്യമല്ല രവി അത്. സാന്ദ്ര മേഡം അന്ന് പറഞ്ഞപ്പോ നമുക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ഇനി എത്രയും വേഗം നീ അതിനെ അംഗീകരിച്ചേ പറ്റൂ. ശ്രീലക്ഷ്മി, ഷീസ് എ പേഷ്യന്റ്. അതിന്റെ തീവ്രത എത്രത്തോളം എന്ന് മാത്രമേ ഇനി നമുക്ക് അറിയേണ്ടതുള്ളൂ. ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണുന്നതല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധി ഇല്ല. ഞാനിപ്പോ നിന്നോടിത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ശ്രീലക്ഷ്മി വീണ്ടും നിന്റെ ഭൂതകാലത്തിലേക്കുള്ള അന്വേഷണത്തിലാണ്. ഞാൻ നിന്റെ ജീവിതത്തിലെ പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ ആ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നിൽ നിന്നാണ്. സാറ് പറയുന്നത് കള്ളമാണെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തൊരു തെറ്റിന്റെ പുറത്ത് ഈ വീട്ടിൽ സാറിനെ സ്നേഹിക്കുന്നവരെ സാറ് വിഷമിപ്പിക്കരുത്. സാറിന്റെ ദേഷ്യം എന്താണെങ്കിലും അത് എന്നോട് തീർക്കാം. ഈ ശ്രീലക്ഷ്മി, ഇനിയൊരു ഏറ്റുപറച്ചിന്റെയും കുമ്പസാരത്തിന്റെയും കാര്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. അതിന്റെ സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു പോയി. ഒന്നായിരുന്നു നമ്മൾ, ഇപ്പൊ രണ്ടായി. രണ്ട് മനസ്സോടെ ജീവിക്കുന്നത്. എല്ലാ നാണയത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ സർ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം നല്ലതിനാവുന്ന എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ കാരണം എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാറ് മുഖാന്തരം ഈ കുടുംബത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതുകൊണ്ട് സാറ് താഴേക്ക് വരണം പ്ലീസ്. ശ്രീലക്ഷ്മി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പൊ എനിക്ക് ആവശ്യം ഭക്ഷണമല്ല, സ്വസ്ഥതയാണ്, മനസ്സമാധാനം. നീയും ശ്രീലക്ഷ്മിയും കഴിക്കുമെന്ന് കരുതി ഞാൻ തന്നെ ഉണ്ടാക്കിയതായത്. നീ കഴിച്ചാലേ ശ്രീലക്ഷ്മിയും കഴിക്കൂ. എന്ത് വിശപ്പില്ലേലും എന്ത് സമാധാനക്കേടായാലും ഇത് കഴിച്ചേ പറ്റൂ. അമ്മയ്ക്ക് വേണ്ടി ഇത് കഴിക്കേ. ശ്രീലക്ഷ്മി, എന്തു പറ്റി മോളെ? നീ എന്തിനാ പായസം തട്ടിക്കളഞ്ഞത്? അത് അത് അമ്മ. എന്തു പറ്റി മോളെ? അമ്മ, അത് പായസത്തില്. പായസത്തില്? പായസത്തിലെന്താ അമ്മ? ഇതിലെന്തെങ്കിലും ആരെങ്കിലും ചേർത്ത് കാണുന്ന? രവിക്ക് ഞാൻ ഉണ്ടാക്കിയ പായസമായത്. ഇതിൽ വിഷം ഉണ്ടാവുന്നാണോ നീ ഭയന്നത്? എന്നുവെച്ചാ ഞാൻ തന്നെ വിഷം ചേർത്ത് എന്റെ മോന് കൊടുക്കുന്ന നീ സംശയിച്ചോ? അങ്ങനെയല്ലമ്മേ. ഞാൻ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർത്തപ്പോ പെട്ടെന്ന് സത്യം പറഞ്ഞ എനിക്ക് പേടിയാമ്മേ. മനസ്സിലായി, അമ്മയ്ക്കെല്ലാം മനസ്സിലായി. മോൾക്ക് രവിയോടുള്ള സ്നേഹം അമ്മയ്ക്ക് മനസ്സിലാവും. ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാവും ഇങ്ങനൊരു പേടി. പക്ഷേ അങ്ങനൊരു പേടി എന്റെ നേർക്ക് നിനക്കുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല.
എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. രവി കല്യാണം കഴിച്ചപ്പോ മുതൽ എന്നേക്കാൾ അവകാശം നിനക്കാണ്. ആ അവകാശത്തിൽ നീ ചെയ്തത് തെറ്റു പറയാനോ ആവില്ല. എന്റെ മോന് എന്റെ കൈകൊണ്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റാതെ വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അമ്മ എന്തേ പറയുന്നു? ഞാനിനി എന്തു പറയാനാ? ഇനിയും ഞാനിവിടെ നിന്ന് കണ്ണു നിറച്ചാൽ അതെന്റെ മക്കൾക്ക് ശാപമായി മാറിയെന്ന് വരും ചിലപ്പോ. അമ്മേ, അപ്പൊ എന്റെ ഊഹം തെറ്റില്ല. അമ്മേ, എന്താ അമ്മ ഇത്? ശ്രീലക്ഷ്മി അങ്ങനെയൊക്കെ കാണിച്ചു എന്ന് കരുതി അമ്മ ഇങ്ങനെ വിഷമിച്ച എങ്ങനെ? ശ്രീലക്ഷ്മി ചില സമയങ്ങളിൽ ഇങ്ങനെ വിചിത്രമായിട്ട് ഓരോന്ന് കാണിക്കുന്നത് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഇപ്പോൾ അവൾ ഉണ്ടാക്കുമെന്ന് ഞാനും കരുതിയില്ല. എനിക്കറിയാമേ, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തതാ അവളിപ്പോ ചെയ്തത്. പക്ഷെ എനിക്ക് വേണ്ടി അമ്മ ഇപ്പൊ ഇത് മറക്കണം പ്ലീസ്. ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ശ്രീലക്ഷ്മിയുടെ ഓരോ പ്രവൃത്തികളും. അമ്മേ, എന്തുപറ്റി ഏട്ടായി? അമ്മ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല രഘു, കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അമ്മ ഓരോ വിഷമം പറയായിരുന്നു. ശ്രീലക്ഷ്മി, എന്താ തന്റെ ഉദ്ദേശം? താനിപ്പോ ഇവിടെ കാണിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത്? അത് സർ, ആ സമയത്ത് ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. സാറിന്റെ സേഫ്റ്റി മാത്രമേ എന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് സേഫ്റ്റി? എന്ത് സേഫ്റ്റിയാ താൻ ഉദ്ദേശിക്കുന്നത്? എന്നാരെങ്കിലും അപായപ്പെടുത്തുന്നു? അതോ കൊന്നുകളയുന്നു? ഇതിലും ഭേദം ആരെങ്കിലും കൊല്ലുന്നത് തന്നെയാ. എന്റെ സേഫ്റ്റി നോക്കാൻ ഇവിടെ രാജാറാമും സാൻഡ്രയും സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. തന്റെ ജോലി അതല്ല. പിന്നെ എന്താണ് സാർ എന്റെ ജോലി? ഈ നടക്കുന്നൊക്കെ കണ്ട് സമാധാനായിട്ടിരിക്കണമെന്നാണോ? സാറിന്റെ സേഫ്റ്റി നോക്കാൻ ഇത്ര ആളുണ്ടായിട്ടും വിഷം ചേർത്ത ഭക്ഷണം എങ്ങനെ നമ്മുടെ ബെഡ്റൂം വരെ എത്തി? അത് സാറ് ചിന്തിച്ചോ ഒരു വട്ടമെങ്കിലും? അങ്ങനെ പറയാനും മാത്രം എന്ത് തെളിവാ തന്റെ കയ്യിലുള്ളത്? ഇവിടുത്തെ ഭക്ഷണം കഴിച്ചതിന്റെ കുഴപ്പമാണോ അല്ലയോ എന്നുള്ളത് ഫോറൻസിക് റിപ്പോർട്ട് വന്നാലല്ലേ പറയാൻ പറ്റൂ. അത് മനസ്സിലാക്കാൻ ഒരു റിപ്പോർട്ടിന്റെ ആവശ്യമില്ല സാർ എനിക്ക്. നമ്മളെ രണ്ടാളെയും രണ്ടായി പിരിക്കാൻ ശ്രമിക്കുന്നവർ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ആ ആൾ താൻ തന്നെയാണ് ശ്രീലക്ഷ്മി. എന്നോടൊപ്പം ഒരു കുടുംബമായി സന്തോഷത്തോടെ പോകുന്നതിന് പകരം താൻ എന്നെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാമോ അങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. എല്ലാത്തിനും ഒരു പരിധിയാണെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. ഇതെല്ലാം ആ പരിധിക്കും അപ്പുറമാണ്. ഈ വീട്ടിൽ എന്നോടൊപ്പം താമസിക്കുന്നത് എന്റെ അമ്മയും അനിയനും അവന്റെ ഭാര്യയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. ഈ പറഞ്ഞവരിൽ ആരെയാണ് ശ്രീലക്ഷ്മിക്ക് സംശയം? രഘുവിന്? അതോ അനിയത്തിക്കുട്ടിയോ? അതോ അമ്മയോ?
നീ എന്ത് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിട്ടും കാര്യമില്ല ശ്രീലക്ഷ്മി. ഇനി എന്നും നിന്റെ സ്ഥാനം ആ കാൽക്കീഴിൽ തന്നെയാ. നീ കരയണ്ട മോളെ. അമ്മയ്ക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. പെട്ടെന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോ അമ്മയ്ക്ക് വിഷമായി എന്നുള്ളത് നേരാ. അത് മോള് കാര്യമാക്കണ്ട. അമ്മയും മക്കളും ഒക്കെ ആവുമ്പോ പിണക്കവും പരിഭവവും ഒക്കെ ഉണ്ടാവും. എനിക്കുണ്ടായ സങ്കടങ്ങൾ നീ കാര്യമാക്കണ്ട മോളെ. അമ്മ വന്ന് അമ്മേ, ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് പാടില്ല. അമ്മയൊന്നും കഴിച്ചിട്ടില്ല? ഇന്ന് അമ്മ തന്നെ എനിക്ക് വാരി തന്നാ മതി. ഈ രേഖയുടെ വാക്ക് കേട്ട് നേരത്തെ കഴിക്കണ്ടായിരുന്നു. അമ്മേ, എനിക്കും കൂടെ. സുകന്യയുടെ വീട്ടിലെ പട്ടിയെത്തതും സുകന്യയുടെ അമ്മ ആശുപത്രിയിലായതും ഇവിടുത്തെ സ്വീറ്റ്സ് കഴിച്ചിട്ടല്ലെന്ന് ഡോക്ടറും ഫോറൻസിക് ഓഫീസറും പറഞ്ഞു അത്രേ. കുറച്ച് കാശ് ചെലവായെങ്കിലും രണ്ടുപേരും ഞാൻ പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരായാൽ ഇങ്ങനെ വേണം. വാങ്ങുന്ന കാശിനോട് കൂറ് കാണിച്ച് സത്യസന്ധരായി ജോലി ചെയ്യണം. മാഡം എന്ത് ഫൂളിഷ്നെസ് ആയി പറയുന്നേ? ഫൂളിഷ്നെസ് അല്ല സാന്ദ്ര, തിരിച്ചറിവ്. വൈകി കിട്ടിയ ഒരു തിരിച്ചറിവാണ് ഞാൻ പറഞ്ഞത്. ശ്രീലക്ഷ്മിയേക്കാൾ എത്രയോ ബെറ്ററാണ് സാന്ദ്ര. ഒരാളോടുള്ള നമ്മുടെ ഇഷ്ടം അയാൾക്ക് ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതി മറച്ചു വെച്ചിട്ട് വേറൊന്ന് അഭിനയിക്കേണ്ടി വരുന്ന ആളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും സാന്ദ്ര. ഇനി അങ്ങോട്ട് അതിന്റെ ആവശ്യമില്ല. നിന്റെ ഇഷ്ടം ബ്രദറിലോയോട് തുറന്നു പറയാം, കാണിക്കാം. എന്തിനും ഏതിനും ഈ രേഖയുണ്ടാവും കൂടെ. ശ്രീലക്ഷ്മിയേക്കാൾ ബ്രദറിലോയോടൊപ്പം ജീവിക്കാൻ ഇഷ്ടം കൊണ്ടും കർമ്മം കൊണ്ടും സാന്ദ്ര തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. മാഡം പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല സാന്ദ്ര. ബ്രദറിലോയോട് ഇപ്പോഴും സാന്ദ്രയ്ക്ക് ഇഷ്ടമുണ്ട്, കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിന്റെ തെളിവാണ് ഇന്നലെ സാന്ദ്രയുടെ ഫോണിൽ കണ്ട ആ ഫോട്ടോ. ബ്രദറിൻലോയ്ക്കും സാന്ദ്രയോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ശ്രീലക്ഷ്മി പറഞ്ഞിട്ടും കഴിക്കാതിരുന്ന ഭക്ഷണം സാന്ദ്ര പറഞ്ഞപ്പോ കഴിച്ചത്. ആ ഒരു സോഫ്റ്റ് കോർണർ പ്രണയമായി ഡൈവേർട്ട് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട. എന്റെ ബുദ്ധിയും നിന്റെ പ്രവൃത്തിയും സാന്ദ്രയ്ക്ക് എന്നോ നടക്കാതെ പോയ സ്വപ്നങ്ങൾ സാധ്യമാക്കി തരും. ഷോ ഒന്നിൽ പിഴച്ചാൽ 3 എന്നല്ലേ സാന്ദ്ര? ആദ്യത്തെ 1ഉം 2ഉം രാജനന്ദിനിയും ശ്രീലക്ഷ്മിയും പിഴച്ചു. ഇനി സ്ഥായിയായ 3ാമത്തെ ആൾ സാന്ദ്രയുടെ ഊഴമാണ്. ഒരു പെണ്ണോളം മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല സാന്ദ്ര. അതുകൊണ്ട് സാന്ദ്രയുടെ ആഗ്രഹം ഞാൻ നടത്തിത്തരും. ആരാ സിസ്റ്ററെ കുട്ടി? എന്താ കുട്ടിയുടെ പ്രശ്നം? എന്തിനാ പിടിച്ചോലിച്ചു കൊണ്ടുപോകുന്നത്? മീര എന്ന പേര്. ആ കുട്ടിക്ക് മാനസിക രോഗമാണ്. വളരെ സീരിയസ് കണ്ടീഷനാ. അയ്യോ പാവം. ആ പെങ്കൊച്ചിനെ എപ്പോ ഇവിടെ കൊണ്ടുവന്നാലും തലവേദനയാ ചേട്ടാ. അവരുടെ അച്ഛനമ്മമാരോട് ആ പെണ്ണിനെ അഡ്മിറ്റാക്കി ചികിത്സിക്കാൻ പറഞ്ഞാ അവര് കേക്കില്ല.
ഇങ്ങനെ രോഗം കൂടുതലാവുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞങ്ങളുടെ അവസ്ഥ ഇതുപോലെയാകും. കണ്ണ് തെറ്റിയ എവിടെയെങ്കിലും പോയി കാണുന്നവരോടൊക്കെ ആ പെണ്ണ് രാജകുമാരിയായിരുന്നുവെന്നും ആരോ കൊന്നതാണെന്നും ഒക്കെ പറയും. അവളുടെ അച്ഛനമ്മമാരെ പറഞ്ഞാൽ മതിയല്ലോ. കൃത്യമായ ചികിത്സ കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. അവർക്ക് അഡ്മിറ്റ് ആക്കാൻ പേടിയാണെന്നാ കാരണം പറയുന്നത്. അച്ഛനമ്മമാരുടെ മനസ്സങ്ങനെയാണ് സിസ്റ്ററെ. സ്വന്തം മക്കളെ ഇങ്ങനെയൊരു അവസ്ഥയിൽ ചികിത്സയ്ക്ക് വിട്ടുകൊടുക്കാൻ സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയും സമ്മതിക്കില്ല. ഓ, എന്നാൽ എന്തൊരു കഷ്ടമാണ്. എന്ത് നല്ല കുട്ടിയാ. അതിനിങ്ങനെ ഒരു അവസ്ഥ വന്നില്ല ഈശ്വര. ഇതോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടൻ ഇതൊക്കെ ആദ്യമായി കാണുന്നതുകൊണ്ടാ. മാഡം, ഞാൻ അതാ പറഞ്ഞു വന്നത്. ഇത്തവണ റെപ്രസെന്റേറ്റീവ്സിനെ അയച്ചാ പോരെന്നും അതാത് കമ്പനി സിഇഒ തന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്നും അവരുടെ മെയിലുണ്ടായിരുന്നു. അപ്പോ സാറ് തന്നെ മീറ്റിംഗിൽ പങ്കെടുക്കണം. കൂടെ അസിസ്റ്റ് ചെയ്യാൻ ആരാണ് വരേണ്ടതെന്നും ഈ കോൺഫറൻസിൽ ഡിസിഷൻ എടുക്കണം. അതിനായി ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ല സാന്ദ്ര. ചേട്ടായിയോടൊപ്പം ചേട്ടൻ തന്നെ പോട്ടെ ഈ വർഷം. അപ്പോ ചേട്ടായിക്കും ചേട്ടത്തി അമ്മയ്ക്കും ഒരു ഹണിമൂൺ ട്രിപ്പ് കൂടിയാവും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തും പോയിട്ടില്ലല്ലോ രണ്ടാളും. ശ്രീലക്ഷ്മിയും കൂട്ടി പോകാൻ ബ്രദറിലോ പോകുന്നതേ നീരേറ്റ് കോളനിയിലെ സെൻസസ് എടുക്കാനല്ല. പല രാജ്യങ്ങളിലെയും സിഇഒമാർ പങ്കെടുക്കുന്ന കോൺഫറൻസ് അത്. അല്ലെങ്കിൽ തന്നെ പാരീസിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ബുക്കിൽ സീല് പതിപ്പിച്ചു തരും. പാസ്പോർട്ട് എന്നാ എന്റെ പേര്. പണ്ടെന്നോ എടുക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ലെന്നോ മറ്റോ കല്യാണത്തിന് മുമ്പ് പറയുന്നത് കേട്ടു. അതൊന്നും ഇല്ലാതെ എങ്ങനെ ശ്രീലക്ഷ്മി? അതൊന്നും സാരമില്ല ശ്രീലക്ഷ്മി. ഞാൻ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. തനിക്കെന്നെ വിശ്വാസമില്ലേ? രവി, അതെന്താ രവി അങ്ങനെ ചോദിച്ചത്? ഈ ലോകത്ത് ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് രവിയാണ്. അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? രവിക്കെന്താ ഇപ്പോ അങ്ങനെ ഒരു സംശയം? ശ്രീലക്ഷ്മി, ഞാൻ ഉദ്ദേശിച്ചത് ശ്രീലക്ഷ്മിയുടെ നല്ലതിനു വേണ്ടി ഞാൻ എന്ത് തീരുമാനം എടുത്താലും അത് ശ്രീലക്ഷ്മി അക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളതാണ്. ശരിക്കും ആ ചോദ്യം എന്നോട് ചോദിക്കുന്നത് തന്നെ തെറ്റാ. രവി എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്നത് എന്റെ കടമ കൂടിയാ. പക്ഷെ രവിക്കിപ്പോ സംശയ രവി പറഞ്ഞാൽ ഞാൻ അനുസരിക്കോ ഇല്ലയോ എന്ന്. അതാണ് രവി ആ ചോദ്യം ചോദിക്കാൻ ഇപ്പൊ പ്രേരിപ്പിച്ചത്. ശ്രീലക്ഷ്മി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചോദിച്ചത്. രവി താലി ചാർത്തിയ രവിയുടെ ഭാര്യ ഞാനിപ്പോ. രവി എടുക്കുന്ന ഏത് തീരുമാനമായാലും അത് സന്തോഷമാണോ സങ്കടമാണോ തരുന്നതെന്ന് ചിന്തിക്കാതെ ഞാൻ സമ്മതിക്കും. അതിന് രവിക്ക് ഒരു സംശയം വേണ്ട. ഞാൻ രവിക്ക് വേണ്ടി രവിയുടെ പ്രണയത്തിനായി 2ാം ജന്മം എടുത്തവളാ. രവിയോടൊപ്പം ജീവിച്ചും യാത്രകൾ ചെയ്തും സ്നേഹിച്ചും കൊതി തീരാത്തതുകൊണ്ട് മാത്രം വീണ്ടും ജനിച്ചവൾ. അങ്ങനെയുള്ള ഈ ശ്രീലക്ഷ്മി രവി എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനെ അനുസരിക്കാതിരിക്കുന്ന തോന്നുന്നുണ്ടോ? എനിക്കറിയാം ശ്രീലക്ഷ്മി, താൻ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഭാര്യ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്നെ ഇത്രമാത്രം മനസ്സിലാക്കിയ അല്ലെങ്കിൽ സ്വാധീനിച്ച ഒരാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ശ്രീലക്ഷ്മി. അപ്പോ രാജനന്ദിനിയോ? രവി ഞെട്ടി നോക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. രവി എന്നെ മാത്രം സ്നേഹിച്ചാ മതി. വീണ്ടും സാറിന്റെ പ്രണയം എനിക്ക് അനുഭവിക്കാനാവുന്നത് എനിക്ക് ലഭിച്ച വരദാനമാണ്. അത് നീ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമേ എനിക്കറിയേണ്ടതുള്ളൂ. വേറെ ആരെയും വെച്ച് തന്നെ താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയും തന്റെ പ്രണയം ഇല്ലെങ്കിൽ പിന്നെ രവിയില്ല. അങ്ങനെയൊന്നും പറയല്ലേ സർ.
അപ്രതീക്ഷിതമായി ഉണ്ടായ ചില ഇൻസിഡന്റുകൾ നമുക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി. അമ്മ ഈ കാരണങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്, വളരെ വിഷമത്തിലാണ്. അമ്മ മാത്രമല്ല, എന്നെയും തന്നെയും അറിയാവുന്ന പലരും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകാനും നമ്മുടെ ഇടയിൽ ഇനി ഇതുപോലെ ചില ചെറിയ അകൽച്ച പോലും ഉണ്ടാകാതിരിക്കാനും ഞാനൊരു തീരുമാനമെടുത്തു. ഞാനും അങ്ങനെ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് സാർ ആലോചിക്കുന്നത്. നമുക്കിടയിൽ ഒരു അകൽച്ചയും വരാതിരിക്കാനും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ ജീവിതം തുടരാനുള്ള ശ്രമമാണ് ഞാനും നടത്തിയത്. സാർ എടുത്ത തീരുമാനം അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. സാറിന്റെ തീരുമാനം എന്തായാലും അത് ഞാൻ അനുസരിക്കും. ഒരു മറു ചോദ്യം പോലും ചോദിക്കാതെ തന്നെ. ഭയങ്കര സോ ഇതൊരു ഹോസ്പിറ്റലല്ലേ? നമ്മളെന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്? ശ്രീലക്ഷ്മി,